Praise the Lord. A very good morning to you all. Hallelujah. Have a blessed, wonderful, supernatural Friday in International Women's Day. And hallelujah. I bless every hallelujah women. Hallelujah. May everyone be blessed. I'm blessing all the mothers, all the mother-in-laws, all the sisters. Hallelujah. Wonderful supernatural Women's Day. Hallelujah. Ori kalabashattara, harabasantara. Let everyone, എല്ലാ അമ്മമാരും എല്ലാ സഹോദരിമാരും ഹാലലൂയ എന്താ പറയുക, എല്ലാവരും എഴുന്നേറ്റ് ജ്വലിക്കുന്ന തീപ്പന്തങ്ങളായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. Oh, Rikarab, I greet you this morning. Hallelujah. Rikarab, I extend my warmest wishes to all the wonderful women out there. Hallelujah. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നെ ഉൾപ്പെട്ടവരുടെ let everyone be blessed. Hallelujah. You are going to receive favor upon favor in whatever you do. Hallelujah. The Lord's favor will be there with you. Hallelujah. So first let us worship. I would like to share a testimony also along the stage. I'm in the Women's International Day. അപ്പോൾ ഒരു സാക്ഷി, ഒരു ടെസ്റ്റിമണി നിങ്ങളെല്ലാം എൻകറേജ് ചെയ്യാൻ പറ്റുന്ന റൈസ് ചെയ്ത ഒരു സഹോദരിയുടെ, ഒരു സിസ്റ്ററിൻ്റെ സാക്ഷിയും കൂടി ഇതിനോടൊപ്പം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഹല്ലേലൂയ. ഫസ്റ്റ് ലെറ്റ് us worship the Lord. അതുകൊണ്ട് വെരി ഫാസ്റ്റായിട്ട് ഞാൻ മുന്നോട്ട് പോകുമായിരിക്കും. പൊന്നീശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചുതൻ ജീവൻ വച്ചു. പൊന്നീശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചുതൻ ജീവൻ വച്ചു. സ്വർഗേ സിംഹാസനം താതന്റെ മാർവദം, ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായി. ദാസനെ പോലെവൻ ജീവിച്ചു പാപിയെ, ശാപം ശിരസതിലേറ്റിടുവാൻ. ദാസനെ പോലെവൻ ജീവിച്ചു പാപിയെ, ശാപം ശിരസതിലേറ്റിടുവാൻ. തള്ളയെ പോൽ നമുക്കുള്ളൊരു രക്ഷകൻ, കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. ഉള്ളമുരുകുന്നൻ ചങ്കു തകരുന്നൻ, കണ്ണു നിറയുന്നൻ രക്ഷകനേ. ഉള്ളമുരുകുന്നൻ ചങ്കു തകരുന്നൻ, കണ്ണു നിറയുന്നൻ രക്ഷകനേ. എന്നൊരു സ്നേഹമി സാധുവെ ഓർത്തു നീ, സന്താപസാഗര തന്നിൽ വീണു. എന്നെ വിളിച്ചു നീ, എന്നെ എടുത്തു നിന്നോമന പൈതലായി തീർക്കേണമേ. പൈതലായി തീർക്കേണമേ. പരിശുദ്ധ നീതിമാനുമായ കർത്താവേ, അപ്പാ നല്ല പ്രഭാതരായ സ്തോത്രം. കഴിഞ്ഞ രാത്രി നല്ലോടെ ഉറങ്ങി പ്രഭാതത്തിൽ എഴുന്നേൽപ്പാൻ കർത്താവെ അങ്ങ് തന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. താങ്ക് യു ജീസസ് ഫോർ ദിസ് വണ്ടർഫുൾ സൂപ്പർനാച്ചുറൽ ഡേ ഡാഡി. ഹല്ലേലൂയ. ലെറ്റ് എവ്രി വിമൻ, കർത്താവെ ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാ സഹോദരിമാരെയും അമ്മമാരെയും, ഹല്ലേലൂയ, എല്ലാ സിസ്റ്റേഴ്സിനെയും ദേവദാസികളെയും കർത്താവെ അങ്ങ് സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. അവർ
അവരെന്താണോ ആഗ്രഹിക്കുന്നത് കർത്താവെ ഇന്ന് അവർക്കത് നൽകിയാട്ട് കർത്താവേ. ഹല്ലേലൂയ. റീഖാബസ്യാന്തര റീബസന്തര. അവർക്ക് സ്വീറ്റായിട്ട് അവർ ഏറ്റവും ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് എൻ്റെ സ്വർഗത്തിലെ കർത്താവ് എല്ലാവർക്കും കർത്താവ് നൽകണമേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പപ്പ തന്നെ എല്ലാം നമുക്ക് എല്ലാ ഡെലിവറൻസ്, വിടുതൽ, സൗഖ്യങ്ങൾക്ക് പപ്പ തന്നെ എല്ലാ സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻസ് എല്ലാത്തിനും പപ്പയെ നന്ദിയോട് സൂചിച്ച് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി നല്ലോടെ ഉറങ്ങി പ്രഭാതത്തിൽ പപ്പ ജീവനോടെ ശ്വാസത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ എഴുന്നേൽപ്പാൻ പപ്പ തന്ന കൃപയെ ഓർത്ത് നന്ദിയോട് സൂചിച്ച് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം മുഴുവനും ഒരു സഹോദരിമാരോ ഒരു അമ്മമാരുടെ കണ്ണുനീര് വരുവാൻ എൻ്റെ അപ്പച്ചൻ അനുവദിക്കരുതേ. എസ്പെഷ്യലി ഐ എം പ്രേയിങ് ഫോർ ഓൾ ദ വിഡോസ് ആൻഡ് ഓർഫൻസ് ഡാഡി. ഹല്ലേലൂയ. Rikabasyanthara, let their life be sweet. Udala shikarabasyanthara ribasandara. So let us go into the message very soon. Hallelujah. So today we are going to meditate the promise that's from Psalm 115:15 എന്നാണ് നമ്മൾ ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പോണേ. May you be blessed by the Lord who made heaven and earth. Hallelujah. അതിൻ്റെ മലയാളം കൂടി വായിക്കാം. Psalm 115. Hallelujah. O Rabasyanthara Ribashandara 115:15. Hallelujah. Rikara Syantara Ribasantara. O Ribasyanthara Rikabasyanthara Ribashantara. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഹല്ലേലൂയ. ആർ യു ഓൾ ഹാപ്പി? എല്ലാവരും സന്തോഷമാണോ? റിസീവ് ഇറ്റ്. ക്ലിങ് ഓൺ ടു ദ പ്രോമിസ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക. ടുഡേ ദ ലോർഡ് പ്രോമിസ്, ഓൾറെഡി വി ആർ ബ്ലെസ്ഡ്. ടുഡേ ദ ലോർഡ് പ്രോമിസസ് ടു ബ്ലെസ് യു അബൻഡൻ്റ്ലി ഇൻ ദ നമ്മളത് നമ്പേഴ്സിലൊരു വാക്യം കൂടി കാണുന്നുണ്ട്. അതിൻ്റെ 6-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. മേ ദ ലോർഡ് മേക്ക് ഹിസ് ഫേസ് ടു ഷൈൻ അപ്പോൺ യു. നമ്മൾ ആരുടെ ബർത്ത്ഡേക്കാണെങ്കിലും ആര് ബ്ലെസ് ചെയ്യുമ്പോഴും നമ്മൾ അയക്കണ ഒരു വേർഡാണല്ലോ ഇത്. ഹല്ലേലൂയ. ഇൻ ദ സെയിം വേ ദ ലോർഡ്സ് ഫേസ് ഇസ് ഗോയിങ് ടു ഷൈൻ അപ്പോൺ യു ആൻഡ് യുവർ ഫാമിലി. ദൈവത്തിൻ്റെ ഹല്ലേലൂയ ധാരാബശാന്തര എന്താ പറയുക, നിങ്ങളുടെ മുഖം പ്രകാശിക്കാൻ പോവുക. ഹല്ലേലൂയ. ദ ലോർഡ്സ് ഫേസ് ഇസ് ഗോയിങ് ടു ഷൈൻ അപ്പോൺ യു ആൻഡ് യുവർ ഫാമിലി. ഹല്ലേലൂയ. എന്താ അതിൻ്റെ അർത്ഥം ദൈവമക്കളെ? വാട്ട് ഡസ് ദ ലോർഡ്സ് ഫേസ് വിൽ ഷൈൻ അപ്പോൺ യു എന്ന് പറഞ്ഞാൽ എന്നാ? ഹല്ലേലൂയ. ഓ റികാലബസ്യാന്തര റീബശാന്തര ദിഹാലഗതികസ്യ. ഓറിക്കാബാസ്യാന്തർ എന്ന് വെച്ചാൽ നമ്മുടെ ഏത് സാഹചര്യങ്ങളുടെയും നടുവിൽ നമ്മൾ ഷൈൻ ചെയ്യാൻ പോവാണ്. ഹല്ലേലൂയ. ഓ രീതി കാരാബാസ്. ക്ലിങ് ഓൺ ടു ദിസ് പ്രോമിസ്. സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ദിസ് പ്രോമിസ്. എല്ലാവരും സന്തോഷത്തോടെ ഇരുന്നേ. സോ നോ മാറ്റർ വാട്ട് സിറ്റുവേഷൻ യു ഫൈൻഡ് ടു അത്, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളെന്ന് ആയിക്കോട്ടെ, നെവർ മൈൻഡ്, live it. Look to the face of Jesus and be happy. Hallelujah. പരിശുദ്ധാത്മാവിൽ നിന്ന് ഇരുന്ന് കുറച്ച് നേരം ഒന്ന് അധികമായി ദൈവത്തോടിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ. Hallelujah. You are going to receive favor upon favor. Hallelujah. So നമ്മൾ എന്ത് കാര്യം ചെയ്താലും in whatever you do, the Lord's favor is going to be there with you. Hallelujah. ധാരാഭാഷ്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുക, എക്സാംസ് നടന്നുകൊണ്ടിരിക്കുക. Hallelujah. കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓർക്കുക, റിമെമ്പർ ദ ലോർഡ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു. റിമെമ്പർ ഓൾ ദോട്ട്. നമ്മൾ പഠിച്ചതൊക്കെ ഓക്കെ, നമ്മളതെല്ലാം ഓർക്കണം, നമ്മൾ വീണ്ടും വീണ്ടും വായിക്കണം, ഒക്കെ ചെയ്യണം. ബിഫോർ ദാറ്റ് യു ടേക്ക് യുവർ ബൈബിൾ ആൻഡ് റീഡ് ആൻഡ് പ്രേ ടു ഗോഡ് ആൻഡ് ദെൻ സ്റ്റാർട്ട് സ്റ്റഡിങ് ആൻഡ് ദെൻ ഗോ ടു എക്സാം. Hallelujah. You will excel in your exams. Only the questions. Hallelujah. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോവുകയാണെങ്കിൽ എൻ്റെ അനുഭവം കൊണ്ട് പറയുക. ഹല്ലേലൂയ. അന്ന് ഞാൻ പഠിക്കണ കോളേജ് ലെവൽസിലൊക്കെ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ഐ വാസ് എന്താ പറയുക, ഞാൻ പഠിച്ച സ്കൂൾ, ഐ വാസ് born and brought up in Trivandrum itself, and I was studying in a convent school in Trivandrum, Nirmala Bhavan. Hallelujah. From that school time
onwards, I used to hear Bible verses, because there will be Bible verses written on the chapels and all, and I used to read that. ആ ബൈബിൾ വേഴ്സസ് ഒക്കെ ഞാൻ വായിക്കും. ഞാൻ ആ ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ എക്സാം ആണെങ്കിലും അതിന് മുന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകും. എനിക്കൊന്നും അറിയത്തില്ല. കാര്യം അന്നത്തെ കാലത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നത്. എനിക്ക് പഠിക്കാൻ പോലും അധികം സമയമൊന്നും കിട്ടത്തില്ലായിരുന്നു. എൻ്റെ അമ്മ ദൂരെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഷീൽ ബി കമ്മിങ് ഓൺലി അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത്, 1-2 ദിവസമാണ് ആകെ വീട്ടിലുണ്ടാകണേ. അപ്പോൾ വീട്ടിലെ മുഴുവൻ ജോലിയും ഞാൻ തന്നെ ചെയ്യണം. എൻ്റെ ഫാദറും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യണേ. പഠിക്കാൻ അധികം സമയം എനിക്ക് കിട്ടിയിട്ടില്ല. സോ ദാറ്റ് എക്സാം വരുമ്പം ഐ വിൽ ബി മോർ ടെൻസ്ഡ്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. ബിക്കോസ് സിസ്റ്റേഴ്സ് ദേ യൂസ് ടു എൻകറേജ് അസ് ടു പ്രേ ടു ഗാഡ്. അവർ ഇങ്ങനെ എക്സാമിന് മുന്നേ സിസ്റ്റേഴ്സ് ക്ലാസ്സിൽ വന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫ്രം ഇനീഷ്യലി എന്താ പറയുക, വെരി ഏർലി ആ ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ തന്നെ എനിക്ക് കിട്ടി. അതൊക്കെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് ഇതായിരുന്നു. ഞാൻ പോയി ചാപ്പലിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. യേശു കർത്താവിൻ്റെ ഒരു ക്രോസിൽ കിടക്കണ ഒരു സംഭവമാണ് അവിടെ വെച്ചേക്കണേ. ഹല്ലേലൂയ. അതിൻ്റെ മുന്നേ മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ട് ആണ് ഞാൻ എക്സാംസിന് പോകുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ കാര്യം വീട്ടിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെയൊക്കെ നടുവിൽ പഠിക്കുവാനും അധികം സമയമില്ല. ഞാൻ മുട്ടുകുത്തി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോകുമ്പം ഞാൻ ഏത് ഭാഗമാണോ പഠിച്ചത് അതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുക, അന്നേ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. സോ ഡോണ്ട് ബി അഫ്രൈഡ് ആൻഡ് ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ അലോൺ. ഹല്ലേലൂയ. അങ്ങനെ ഒരു കോൺവെൻറ്റിൽ പഠിക്കപ്പെട്ടത് കൊണ്ട് ഹല്ലേലൂയ ആ കർത്താവിനെ അന്ന് മുതലേ അറിയാൻ കഴിഞ്ഞു. ആ സ്കൂൾ നിർമ്മലാഭവൻ സ്കൂളിൻ്റെ എനിക്കറിയാം, വാൾസിൽ ചാപ്പിൾസിലൊക്കെ ഇങ്ങനെ അവരിങ്ങനെ വചനം എഴുതി ഇങ്ങനെ തൂക്കിയിട്ടേക്കും. ഹല്ലേലൂയ. I used to watch all those posters. ഹല്ലേലൂയ. കാരണം അതിലൊക്കെ ഇങ്ങനെ വചനം എഴുതിയിട്ടേക്കും. ഹല്ലേലൂയ. അവിടെ എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ അവർ ഇന്ന റിലീജിയൻ ഇന്ന കാസ്റ്റ് ഒന്നുമില്ല. ദാറ്റ് ചാപ്പൽ ഈസ് ഓപ്പൺ ടു ഓൾ. എനി വൺ ക്യാൻ കം ദർ ആൻഡ് പ്രേ അറ്റ് എനി ടൈം. ഹല്ലേലൂയ. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ, നത്തിങ്. ദേ ആർ സോ ഹാപ്പി വെൻ വി ഗോ ടു ചാപ്പൽ ആൻഡ് പ്രേ. ഹല്ലേലൂയ. ആ ഡേയ്സൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കണം. ഹല്ലേലൂയ. എപ്പോഴും എനിക്ക് ആ ചാപ്പൽ ഓർക്കുമ്പം എൻ്റെ മനസ്സിൽ വരണേ ആ ചാപ്പലിന് ചുറ്റും വലിയൊരു റോസ് ഗാർഡൻ ഉണ്ട്. എന്താ മണമെന്നറിയാം. അതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ നിറയെ പൂക്കളും റോസിൻ്റെ ഒരു വലിയൊരു ഗാർഡൻ ഉണ്ട്. സിസ്റ്റേഴ്സാണ് അതിനെയൊക്കെ പരിപാലിക്കുന്നത്. അതിനെ തൊടാൻ പാടില്ലെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ചില റോസസൊക്കെ പോയി തൊടും. എന്ന് വെച്ചാൽ അന്ന് ആ കുഞ്ഞിലെ എന്തോ ഭംഗിയാ കാണാൻ. എന്താ മണമാണെന്നറിയാമോ. ഈ നല്ല നാട്ടു റോസൊക്കെ ഇങ്ങനെ പൂത്തിക്കണ എന്തോരം മണമാണ്. അല്ലാത്ത റോസസും ഒത്തിരി ചെടികളുണ്ട്. അന്നേ എനിക്കിങ്ങനെ ചെടികളോട് ഭയങ്കര ഇതാണ്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. സോ ഡോണ്ട് ബി അഫ്രൈഡ് ആൻഡ് ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ അലോൺ. ഞാൻ എൻ്റെ അനുഭവം നിങ്ങളോട് പങ്കിട്ടെന്നേ ഉള്ളൂ കേട്ടോ. ഈവൻ ഇൻ ആ വർക്ക് പ്ലേസ് ആണെങ്കിലും, ഞാൻ വർക്ക് പ്ലേസിലാണെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ ബൈബിൾ എൻ്റെ കൂടെ ഉണ്ടാവും. ഹല്ലേലൂയ. ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തും ഞാൻ എപ്പോഴും എൻ്റെ ബൈബിൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ബിക്കോസ് എനിക്ക് അവിടെ എൻ്റെ കർത്താവാണ് എൻ്റെ കൂടെ ഇരുന്ന് എന്നെ വഴി നടത്തിയത്. ഹല്ലേലൂയ. ഗോഡ് ഗേവ് മീ ദ ഗ്രേസ് ടു ഗെറ്റ് എ ബെസ്റ്റ് എംപ്ലോയർ. ഹല്ലേലൂയ. ഒരു അവാർഡ് വരെ കിട്ടുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. അതെല്ലാം എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇരുന്നത് കൊണ്ടാണ്. ഇന്നും ഞാൻ ആയിരുന്ന ഓഫീസിലെ ആ സ്റ്റുഡൻസിന് എവിടെ വെച്ച് എന്നെ കണ്ടാലും അവർ വളരെ സ്നേഹമാണ്. ഇത്രയും എന്താ പറയുക, ഒരു 3-4 വർഷം കഴിഞ്ഞു, എന്നിട്ടും അവർക്കൊക്കെ ഇപ്പോഴും എന്നോട് വലിയ സ്നേഹവും കാര്യവും ഒക്കെയാണ്. ഹല്ലേലൂയ. ധാരാഭാഷാന്തര ദൈവമക്കളെ, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ചാൽ, ഇഫ് ഇറ്റ് ഈസ് എ ട്രൂ ലവ്, ഹല്ലേലൂയ, അതാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ നിന്ന് ഒഴുകുവാണെങ്കിൽ നമുക്ക് ആ സ്നേഹബന്ധങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും അവർ നമ്മളെ മറക്കത്തില്ല. ഹല്ലേലൂയ. ഐ യൂസ് ടു ഗീവ് ദം ഗുഡ് അഡ്വൈസസ്. അവരെ ഞാൻ പ്രൊമോട്ട് ചെയ്യും, എൻകറേജ് ചെയ്യും. അവർക്ക് നല്ല അഡ്വൈസസ് ഞാൻ കൊടുക്കും. അവരെപ്പോഴും സ്നേഹത്തോടെ ഞാൻ കൊണ്ട് നടക്കുമായിരുന്നു. അതുകൊണ്ട് ആ സ്നേഹം ഇന്നും അവരെന്നോട് കാണിക്കുന്നു. ഈവൻ നൗ, ഇത്രയും നാൾ കഴിഞ്ഞിട്ടും പല കാര്യങ്ങളും അവരെന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. നൗ ഐ എം നോട്ട് ഇൻ ദാറ്റ് പ്രൊഫഷൻ. ഈവൻ ദെൻ ഞാൻ പറയുക. സോ ലെറ്റ് us എന്താ പറയുക, സോ ഈവൻ ഇൻ അവർ വർക്ക് പ്ലേസ് നമുക്ക്
നമുക്ക് ദൈവത്തിൻ്റെ അന്തരീക്ഷം നമ്മളിൽ കൊണ്ടുവരാം. ഇടയ്ക്കൊക്കെ നമുക്കൊരു ബ്രേക്ക് ടൈമൊക്കെ കിട്ടുമല്ലോ, നമ്മൾ ലഞ്ച് ടൈം ആണെങ്കിലും ആ സമയങ്ങളിലൊക്കെ കുറച്ച് നേരം ഒന്ന് വചനം വായിക്കുക. താങ്ക് യു ലോർഡ് ഫോർ യുവർ ഫേസ് ഇസ് ഷൈനിങ് അപ്പോൺ അസ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. എപ്പോഴും കർത്താവിനോട് കൂടെ നമ്മളിരിക്കണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം ദൈവമക്കളെ. നമുക്കൊക്കെ ഓക്കെ ശരിയാണ്, പലരും വർക്ക് ചെയ്യുന്നവരാണ്, സ്കൂളിൽ പോകണം, അങ്ങനെയൊക്കെയുള്ള സമയത്ത് ദൈവത്തോട് നമുക്കൊരു വലിയ സ്നേഹവും വലിയൊരു ദാഹവും, ഈവൻ ദ ഹോളി സ്പിരിറ്റ് ഇസ് ഇൻസൈഡ് യു. നിങ്ങൾ ഒരിക്കലും എന്താ പറയുക, പ്രാർത്ഥിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല ദൈവമക്കളെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പലപ്പോഴും ചേർച്ചസിലൊക്കെ വളരെ ഫോഴ്സ് ചെയ്ത് പല കാര്യങ്ങളും പറയുന്നത് കേൾക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയെ നമ്മൾ എന്തിനാണ് ഫോഴ്സ് ചെയ്യേണ്ടത്? ബിക്കോസ് ഹോളി സ്പിരിറ്റ് ഇസ് ഇൻസൈഡ് അസ് to encourage us, to lift us, to arise us, oh, to make us shine. Hallelujah, praise the Lord. So if you have not received Holy Spirit, receive Holy Spirit today itself. ഞാൻ വേഗം ആ ടെസ്റ്റിമണിയിലേക്ക് കടക്കട്ടെ. ഇന്നൊരു വിമൻസ് ഇൻ്റർനാഷണൽ ഡേ ആയതുകൊണ്ട് വിജയിച്ച ഒരു ദേവദാസിയുടെ ഒരു ടെസ്റ്റിമണിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫാസ്റ്റായിട്ട് ഞാൻ പോവും, കരാദ്യ സമയമില്ല. ഹല്ലേലൂയ. ഈ സിസ്റ്റർ ആക്ച്വലി ഒരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. 18 വയസ്സായപ്പം, ദാറ്റ് മീൻസ് ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും കല്യാണം കെട്ടിച്ച് വിട്ടു വീട്ടുകാർ. ഹല്ലേലൂയ. അപ്പം അവർക്ക് കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണ് സിസ്റ്റർ മനസ്സിലായത് ഹസ്ബൻഡ് ഭയങ്കര ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നുള്ളത്. സോ ഷീ സഫേർഡ് എ ലോട്ട്. ഹല്ലേലൂയ. ഷീ ഡിഡ്ന്റ് ഗെറ്റ് എനി ലവ്, കെയർ, എനിത്തിങ്. വീട്ടിലാണെങ്കിലും പുള്ളി ഉണ്ടാക്കിക്കൊണ്ട് വരണം മുഴുവൻ ഇങ്ങനെ ഡ്രഗ്സിന് വേണ്ടി ചിലവാക്കി ഒരുപാട് കഷ്ടത്തിലൂടെ ഈ സിസ്റ്റർ കടന്നുപോയി. ഹല്ലേലൂയ. ധാര ബഷത്തര. അപ്പം ആ സമയങ്ങളിൽ ഹല്ലേലൂയ ഇവർ കുഞ്ഞുനാളായിരുന്നപ്പോഴത്തേക്കും ഒരു ഏജൊക്കെ ആകുമ്പോഴത്തേക്കും, ഞാനിപ്പോൾ ഈ ഒരു സാക്ഷ്യം ഞാൻ പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യമാണ്. അവർ പറഞ്ഞൊരു കാര്യം എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഈവൻ ദെൻ ദേ ആർ ഓർത്തഡോക്സ്. അവരുടെ കുഞ്ഞുങ്ങളെ VBS പഠിപ്പിക്കാനായിട്ട് അവർ പെന്തക്കോസ്റ്റ് ചർച്ചസിലാണ് വിടണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ അവർക്കൊക്കെ അറിയാം വാട്ട് ഈസ് ദ ട്രൂത്ത് എന്താണെന്നുള്ളത് അവർക്ക് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അവർ അവരുടെ ആ കുട്ടിക്കാലത്തെ VBS ക്ലാസ്സിന് പോയ ഓർമ്മകൾ അവർ പങ്കിട്ടത് ഇപ്രകാരമാണ്. അവർ പറഞ്ഞു അവിടെ പോകുമ്പോൾ അവർക്ക് നല്ല ഫുഡ് കൊടുക്കും. അവർ ഓർത്തഡോക്സിന്ന് വന്നുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, ആ പെന്തക്കോസ് ഭവനത്തിൽ VBS നടത്തുന്ന ആ പാസ്റ്ററിനും ആ കുടുംബത്തിനും ഇവരോട് ഭയങ്കര സ്നേഹമായിരുന്നു. അവർക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തിരുന്നു അത്രേ. അവർക്കിഷ്ടമുള്ള പലഹാരങ്ങൾ, നല്ല ഫുഡ് ഒക്കെ കൊടുക്കുമായിരുന്നു അത്രേ. അപ്പം VBS എന്ന് കേൾക്കുമ്പം അവരുടെ മനസ്സിൽ വരുന്നത് നല്ല ഫുഡ്, നല്ല സ്നേഹം, അവിടെ നിന്ന് കിട്ടുന്ന സ്നേഹം ഒക്കെയായിരുന്നു. അപ്പം അങ്ങനെ ഒക്കെ വളർന്ന് വന്ന സിസ്റ്റർ കല്യാണം കഴിഞ്ഞതോടുകൂടി തനിക്ക് മനസ്സിലായി തൻ്റെ ജീവിതം ഒരു വല്ലാത്ത സിറ്റുവേഷനിലേക്ക് കയറിയിരിക്കുവാണെന്ന് സിസ്റ്റർ മനസ്സിലായി. മദ്യപാനത്തിൻ്റെ അങ്ങേയറ്റത്തെ സിറ്റുവേഷൻ. ഹല്ലേലൂയ. ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. നമുക്കറിയാം പലരുടെയും ജീവിതം. ഈ സഹോദരിമാർ ആരെങ്കിലും ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ ഈ ടെസ്റ്റിമണി കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ടേക്ക് കറേജ്. യു ആർ ഗോയിങ് ടു സീ എ വണ്ടർഫുൾ സൂപ്പർ നാച്ചുറൽ തിങ് ഗോഡ് ഹാസ് ഡൺ ഫോർ us, ഫോർ ദ സിസ്റ്റർ. ഹല്ലേലൂയ. ഓ റബസ്യാന്തര റിബസ്സംതര. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളായി, 2 കുഞ്ഞുങ്ങളായി. ഒരു മൂത്ത കുഞ്ഞിന് 3.5 വയസ്സായി, രണ്ടാമത്തെ കുഞ്ഞിന് 1.5 വയസ്സ്. അപ്പം ആ മൂത്ത കുഞ്ഞിനെ നഴ്സറിയിൽ കൊണ്ടാക്കി. അപ്പം അവിടുത്തെ അടുത്തൊരു സ്കൂളിൽ, ഒരു ഇംഗ്ലീഷ് സിസ്റ്റേഴ്സൊക്കെ പഠിപ്പിക്കണ ഒരു സ്കൂളിൽ നഴ്സറിയിൽ കൊണ്ടാക്കി. അപ്പം ആ കുഞ്ഞുങ്ങൾക്ക് രാവിലെ, നമുക്കറിയാമല്ലോ LKG UKG ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിക്കുമ്പോൾ അവർക്ക് രാവിലെ 9:30 തൊട്ട് അവർക്ക് ആകെ 11:30 12 ഒക്കെ വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് അമ്മമാർ എന്ത് ചെയ്യും, ആ ടിൽ 11:30 വരെ അമ്മമാർ ആ സ്കൂളിൽ വെയിറ്റ് ചെയ്യും. ബിക്കോസ് അധിക സമയം ഇല്ലല്ലോ, പോയിട്ട് ഇനിയും വരണ്ടാന്ന് വിചാരിച്ചിട്ട് അവർ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. ഇവൻ ഞാനും അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു അമ്മ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അറിയാമല്ലോ. അപ്പം ഇങ്ങനെ വന്ന് ഈ സിസ്റ്റർ ഇങ്ങനെ അമ്മമാരുടെ കൂടെ ഇരുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അവരൊക്കെ അങ്ങ് ഫ്രണ്ട്സായി. അപ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി.
അപ്പോൾ ഈ സിസ്റ്ററിൻ്റെ വിഷമം അവിടെ നിന്ന് ഒരു സിസ്റ്ററിനോട് പറഞ്ഞു, അവിടെ നിന്ന് വേറൊരു അമ്മയോട് പറഞ്ഞു. അങ്ങനെ ആയി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പ്രശ്നം വഷളായി. ഭയങ്കര വിഷയമെന്ന് പറഞ്ഞാൽ ഈ സിസ്റ്ററിൻ്റെ സ്വഭാവം എനിക്ക് കൊണ്ട് ഏതാണ്ട് എന്നെപ്പോലാന്ന് തോന്നും. ഞാനും പല പെർസിക്യൂഷനിലൂടെയും പല വേദനകളിലൂടെയും കടന്നു പോകുമ്പം ഞാൻ എൻ്റെ വീട്ടുകാരെ ഇന്ന് വരെ 2 വീട്ടുകാരെ ഇന്ന് വരെ അറിയിച്ചിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയാറില്ല. ഞാൻ അനുഭവിക്കുന്ന വേദന എൻ്റെ ഉള്ളത്തിൽ വെക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഏർലി ഡേയ്സ് ഞാൻ പറയുവാണ്. ഹല്ലേലൂയ. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അടക്കി എന്ന് വെച്ചാൽ എന്നെയൊക്കെ ഞങ്ങളെ ട്രഡീഷണൽ രീതിയിൽ ഞങ്ങളെയൊക്കെ വളർത്തി കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ വീട്ടിനകത്തുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ പുറത്ത് പോകാൻ പാടില്ല. ഹല്ലേലൂയ. അതൊക്കെ ആ ഒരു ട്രഡീഷണൽ രീതിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണോ എന്തോ എനിക്കറിയത്തില്ല, ഞാൻ അന്നും അതെ അന്ന് മീൻസ് ഇങ്ങനെ ഈ സിസ്റ്റർ കടന്നു പോയ വിഷയങ്ങളിലൂടെയാണെങ്കിൽ ഞാൻ ആരോടും എൻ്റെ വിഷയം പറയത്തില്ല, എൻ്റെ വീട്ടിലും പറയത്തില്ല, ഹസ്ബൻഡിൻ്റെ വീട്ടിലും പറയത്തില്ല. ഹസ്ബൻഡിൻ്റെ കുറ്റവും ഞാൻ ആരെടുത്തും ഞാൻ പറയത്തില്ല. വേറെ ആരെങ്കിലും പറഞ്ഞോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നു. ഞാൻ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഐ വിൽ നെവർ എന്താ പറയുക, ഒരു കുറ്റം ആരോടും പറയത്തില്ല. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ ചില ടെസ്റ്റിമണീസിലൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പം ചിലരോട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഒരു കുറ്റവും ആരുടെ ഞാൻ ഹസ്ബൻഡിനെ കുറിച്ച് കുറ്റം പറയത്തേയില്ല. ഹി വാസ് ഗുഡ്, ഹി വാസ് വെരി ലവിങ് ടു മീ. ഹല്ലേലൂയ. ധാരാബശന്തര എന്ന ചില പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. ഹല്ലേലൂയ. അപ്പം ഞാനും ഇതുപോലെ ആ സമയങ്ങളിൽ ഇതുപോലെ എൻ്റെ കുഞ്ഞും സ്കൂളിലായിരുന്ന സമയത്ത് ഒറ്റപ്പെട്ട ഒരവസ്ഥയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തൊക്കെ ആക്കി ഞാനും എൻ്റെ പൊടിക്കുഞ്ഞും 3.5 വയസ്സുള്ള കുഞ്ഞും ഒറ്റയ്ക്ക് ഞങ്ങൾ താമസിക്കുന്ന സമയമാണ്. ഇതുപോലെ ഞാൻ ആരോട് പക്ഷേ ഈ സിസ്റ്റർ ഷെയർ ചെയ്തിരുന്നു. ബിക്കോസ് അത്രയ്ക്കും പുള്ളിക്കാരിക്ക് സഹിക്കാൻ വയ്യ. അങ്ങനെ ഒരു ദിവസം ഈ പുള്ളിക്കാരി എന്താ പറ്റി, സ്കൂളിൽ പോയില്ല. ഒരു ദിവസം പോയില്ല, 2 ദിവസം പോയില്ല, 3 ദിവസം പോയില്ല. 4ാമത്തെ ദിവസം പോകാതെ ആയപ്പോഴത്തേക്കും ഈ വേദന ഷെയർ ചെയ്ത ആ ഒരു സഹോദരി ഈ സിസ്റ്ററിൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. ആ സമയത്ത് ഈ സിസ്റ്റർ, ഹല്ലേലൂയ, ഈ സിസ്റ്ററിൻ്റെ പേര് മിനി എന്നാണെന്ന് തോന്നുന്നു കേട്ടോ. കേട്ടിട്ട് കുറേ നാളായി സാക്ഷ്യം. മിനി എന്നാണെന്ന് തോന്നുന്നു. യെസ്, ഇറ്റ് ഈസ് മിനി. ഹല്ലേലൂയ. ആ മിനി സിസ്റ്റർ ഈ അമ്മ ആ വീട്ടിൽ വരുന്ന ദിവസം ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആക്ച്വലി ഷീ വാസ് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി റെഡിയായി കട്ടിലിൽ കമന്ന് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോഴേക്കുമാണ് ഈ അമ്മ വന്ന് ഈ സഹോദരി വന്ന് ഡോറിൽ കൊട്ടുന്നത്. ഹല്ലേലൂയ. കുറേ നേരം കൊട്ടിയിട്ട് തുറക്കാത്ത കാരണം ഹല്ലേലൂയ വീണ്ടും 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 പേര് വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും ഈ സഹോദരി മരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി കമന്ന് കിടന്ന് കരയുവാണ്. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാനങ്ങ് ഈ വേദനയില്ലാത്ത ലോകത്തേക്ക് ഞാൻ പോവാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് തുറക്ക് മിനി എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് തുറപ്പിച്ചു. അപ്പോഴാണ് വന്ന് അയ്യോ എന്തു പറ്റി വന്നേ എന്നൊക്കെ ചോദിച്ചു. മുഖമൊക്കെ എന്തു പറ്റി വല്ലാണ്ടിരിക്കണേ. ഒന്നുമില്ല വരൂ അകത്തിരിക്കുമെന്ന് പറഞ്ഞ് അകത്തിരുത്തി. അപ്പം ഈ വന്ന സഹോദരിക്ക് മനസ്സിലായി ഈ മിൻ സിസ്റ്റർ വളരെ എന്തോ പ്രതികൂലത്തിൻ്റെ നടുവിലാണ്, ഏതോ ഡേഞ്ചറസ് സിറ്റുവേഷനിലാണെന്ന് മനസ്സിലായിട്ട് സിസ്റ്റർ പറഞ്ഞു, വാ നമുക്കൊരു പ്രാർത്ഥനയ്ക്ക് പോവാം, വാ എനിക്കറിയാവുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പം ആ പ്രാർത്ഥനാ സ്ഥലം എന്ന് പറഞ്ഞാൽ അവർ ആക്ച്വലി പ്യുവർലി ഒരു രക്ഷിക്കപ്പെട്ടാന്ന് പറയില്ല, എല്ലാ ആൾക്കാരും കൂടുന്ന ഒരു പ്രാർത്ഥനാ സ്ഥലമാണ്. എനിവേ ഇവരെ ഈ സിറ്റുവേഷനിൽ നിന്നൊന്നും മാറ്റണമല്ലോ. എപ്പോഴും നമ്മൾ ആലോചിക്കണം, അങ്ങനൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും നമ്മൾ കണ്ടാൽ അവരുടെ മൈൻഡ് പെട്ടെന്ന് അങ്ങ് ഡൈവേർട്ട് ചെയ്ത് അവർ ആ സിറ്റുവേഷനിൽ നിന്ന് വേറൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങളങ്ങ് കൊണ്ടുപോകണം. സ്നേഹത്തോടെ വിളിച്ച് കാര്യം ദൈവദൂതനെ പോലെ ദൈവം അയച്ചതാണ് ഈ സഹോദരിയെ. അല്ലെങ്കിൽ ഇന്ന് ആ സഹോദരി ഇത്രയും വലിയൊരു സാക്ഷ്യം പറയാൻ, ഇന്ന് ലോകമെമ്പാടും ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദേവദാസിയായി മാറുകയില്ലായിരുന്നു. ദൈവമക്കളെ, ദൈവം എല്ലാം കാണുവാണ്, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ. ആ സഹോദരി സാക്ഷ്യത്തിൽ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദൈവം എന്നെ ഒരു പക്ഷേ ഈ ഹസ്ബൻഡുമായിട്ട് എന്നെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ദൈവത്തെ അറിയത്തില്ലായിരുന്നു, യേശുവിൻ്റെ സ്നേഹത്തെ ഞാൻ അറിയത്തില്ലായിരുന്നു, ഞാൻ ആ ഓർത്തോഡക്സിൽ നിൽക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. റിഖാബാസ്യാന്തര റീബശന്തര മുന്നോട്ട് പോട്ടെ. ഹല്ലേലൂയ. അങ്ങനെ അതിൽ നിന്ന് പിന്നെ തൻ്റെ കുഞ്ഞുങ്ങളെയെല്ലാം VBS ഇതുപോലെ പെന്തക്കോസ്റ്റ് ചർച്ചിൽ വിടാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ കുഞ്ഞുങ്ങൾ വളരെ വചനം പഠിച്ച് വളരെ നല്ലതായി വന്നു. ആ കുഞ്ഞുങ്ങൾ വളർന്നു.
അവൾക്ക് സോഷ്യോളജി ആയിരുന്നു അവൾക്കിഷ്ടം. പക്ഷേ ആ ഒരു കോളേജിൽ അഡ്മിഷൻ ഫസ്റ്റ് പ്രയോറിറ്റി വന്നത് MA ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം എത്ര നല്ല മാർക്സ് ആ കുഞ്ഞിന് കിട്ടിയിരുന്നേന്ന്. ആ കുഞ്ഞിന് അങ്ങനെ MA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തു. അതിലും പറയുന്നൊരു കാര്യമുണ്ട്, ആ കോളേജിൽ ഈ ഒരു കുട്ടി മാത്രമേ രക്ഷിക്കപ്പെട്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ കുഞ്ഞ് മറ്റുള്ളവരോട് സാക്ഷ്യം പറയുകയും കർത്താവിനെക്കുറിച്ച് ഷെയർ ചെയ്യുകയും ചെയ്തു. പിന്നെ മോൻ പഠിച്ചു വന്നു, അവൻ നഴ്സിംഗ് ആണ് ചെയ്തത്. അവന് ജോലി കിട്ടാതെ ഒരുപാട് ഭാരപ്പെട്ടു. എങ്കിലും ദൈവം ആ മകന് വേണ്ടി വഴി തുറന്നു. ഹല്ലേലൂയ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോയി ഈ സഹോദരിക്ക് ഒരു അസുഖം വന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. വാക്കറിലായി പോയി. ഹല്ലേലൂയ. വാഷ്റൂമിൽ പോലും പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടിൻ്റെ ഒരവസ്ഥ, സിവിയർ ആയിട്ടുള്ളൊരു ഹെൽത്ത് ഇഷ്യൂസിൽ കടന്നുപോയി. അപ്പോഴൊക്കെയും കർത്താവ് ദർശനം കൊടുത്തു. ഹല്ലേലൂയ. ഇതിന് മുന്നേ ഒരു കാര്യം, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥനയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സിസ്റ്റർ സ്നാനപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി ഇങ്ങനെ ഒരു ദർശനം മിസ്സസിന് കൊടുത്തു. ഈ സിസ്റ്റർ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഒരു ഡ്രൈ ഒരു റോഡിലേക്കാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഒരു കടലിലൂടെ, അത് നീന്തി തുടിക്കാൻ പറ്റാത്ത ഒരു കടലിലൂടെ ആണ് വരുന്നത്. അന്ന് രാത്രി ദൈവം വചനങ്ങളിലൂടെ ഇടപെട്ടു സ്നാനപ്പെടണമെന്ന്. അങ്ങനെ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ആ സിസ്റ്റർ സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. ജീവിതം മുന്നോട്ടങ്ങനെ കടന്നുപോയി. മോന് കർത്താവ് നല്ലൊരു ജോലി കൊടുത്തു. ഹല്ലേലൂയ. അത് കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു രോഗമുണ്ടായി, വാക്കറിലായിപ്പോയി. വളരെ ബുദ്ധിമുട്ടി. ഹല്ലേലൂയ. വാഷ്റൂമിൽ പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥ. ഹല്ലേലൂയ. അങ്ങനെ തളർന്ന് കിടക്കുന്ന ഒരു ദിവസം ഹല്ലേലൂയ കർത്താവിൻ്റെ ഒരു വലിയ എൻകൗണ്ടർ ഉണ്ടായി. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഒരു വലിയ ശക്തി ഈ ദേവദാസിയുടെ മേൽ വീഴുകയും ദേവദാസി ഹല്ലേലൂയ രാത്രി ബാത്റൂമിൽ പോകാൻ തന്നെ വാക്കർ മാറ്റി എഴുന്നേറ്റ് ഹസ്ബൻഡ് ചോദിച്ചു, എന്ത് പറ്റി? നീ വാക്കറിലിരുന്ന് എഴുന്നേക്ക്, നീ എന്നെ കാണിക്കുന്നേ? ഇല്ല എന്നെ എൻ്റെ കർത്താവ് തൊട്ടു, എനിക്കിനി വാക്കർ വേണ്ട, എനിക്കിനി നടക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ആ സിസ്റ്റർ അന്ന് തൊട്ട് ഇന്ന് വരെ നടക്കുക. ദൈവമക്കളെ, ഷീ ഈസ് ഡൂയിങ് വണ്ടർഫുൾ മിനിസ്ട്രി. കേരളത്തിനകത്ത് മാത്രമല്ല, ഇന്ത്യക്കകത്ത് മാത്രമല്ല, പുറം രാജ്യങ്ങളിൽ ഓടി നടന്നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം കൂടി, സിസ്റ്റർ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ ഹസ്ബൻഡ് വളരെ ഡ്രഗ് അഡിക്ഷനിലൂടെ പോകുമ്പോൾ നമുക്കറിയാം ഓരോ ഭവനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. നമുക്ക് സഹോദരിമാർ, ഞാനത് ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാവർക്കും മനസ്സിലാവും എന്തൊക്കെ ആർക്കും ആ വീട്ടിൽ നടക്കണേന്നുള്ളത്. അപ്പോൾ സമാധാനത്തിന് വേണ്ടി തൊട്ടടുത്താണ് ഈ സിസ്റ്ററിൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്. ആ വീട്ടിൽ പോയിരുന്ന് സിനിമ കാണുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു സിസ്റ്ററിന്. സിനിമയും സീരിയലും ഒക്കെ കാണുക. കാര്യം ഈ കണ്ണുനീരിൽ നിന്ന് ഒരു ആശ്വാസം ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു ദിവസം രാത്രി പരിശുദ്ധാത്മാവ് സിസ്റ്ററിനോട് പറഞ്ഞു, നീ ഇനി സിനിമയും സീരിയലും ഒന്നും കാണരുത്. ഹല്ലേലൂയ. ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് ആ ശബ്ദം അപ്പം എന്നിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ സിനിമയും സീരിയലും ഒന്നും കാണത്തില്ല. ഹല്ലേലൂയ. ധാരാബശന്തര. നീ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ ദൈവമക്കളെ, യു ഷുഡ് നോട്ട് വാച്ച് ദിസ്. ഹല്ലേലൂയ. എന്താ പറയുക, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മൾ കാണരുത്. അതിലൂടെ പിശാച് പ്രവർത്തിച്ച് നമ്മുടെ ജീവിതം തകർത്തുകളയും, നമ്മുടെ കുഞ്ഞുങ്ങളെ തകർത്തുകളയും. ഹല്ലേലൂയ. കഴിഞ്ഞ സൂം മീറ്റിങ്ങിൽ ഞാൻ ഇതിനെക്കുറിച്ച് സ്പിരിച്വൽ വാർഫെയറിനോട് റിലേറ്റ് ചെയ്ത് ഞാൻ കുറേ കാര്യങ്ങൾ സുമനാത്തുള്ളവരോട് ഞാൻ പറഞ്ഞായിരുന്നു. ഹല്ലേലൂയ. ധാരാഭാഷ അനേകർക്ക് അനുഗ്രഹമായി. ഹാലേലി. കാരണം നമ്മളെല്ലാം കുഞ്ഞുങ്ങളെല്ലാം, നമ്മളെല്ലാം ഈ ക്രൂവൽ വേൾഡിൽ ജീവിക്കുന്നവരാണ്. ഹാലേലി. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കഴിഞ്ഞ സൂം മീറ്റിങ്ങിൽ പറയുവാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. ഹാലേലൂയ. അതുകൊണ്ട് നിങ്ങളാരും ഹാലേലൂയ വിശുദ്ധർ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. വിശുദ്ധീകരിക്കപ്പെട്ട ഹാലേലൂയ മണവാട്ടിയെ ചേർക്കാനാണ് എൻ്റെ കർത്താവ് വേഗം വരുന്നത്. അതുകൊണ്ട് കർത്താവിനെ ഇതുവരെയും രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്തവർ ഹല്ലേലൂയ എത്രയും പെട്ടെന്ന് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ വളർന്നു, എങ്ങനെ ഇവരെ പഠിപ്പിച്ചു? അതിനുള്ള ക്വസ്റ്റ്യനുള്ള ആൻസർ ആ ദേവദാസി പറഞ്ഞത് ഇങ്ങനെയാണ്. തൻ്റെ കൊച്ചു വീട്ടിൽ ഹല്ലേലൂയ എന്താ പറയുക, IAS പഠിക്കണേ, മറ്റ് കോഴ്സസ് പഠിക്കണ കുഞ്ഞുങ്ങൾക്ക് പേയിങ് ഗസ്റ്റായിട്ട് തൻ്റെ റൂംസ് മുഴുവൻ കൊടുത്തു. എന്നിട്ട് താൻ ഒരു കുഞ്ഞു പോർഷനിൽ താനും ഹസ്ബൻഡും
കുഞ്ഞുങ്ങളുമായിട്ട് ജീവിച്ചു. അങ്ങനെ കിട്ടുന്ന കാശ് കൊണ്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുകയും അവരുടെ ഫീസൊക്കെ അടയ്ക്കുകയും ചെയ്തത്. ഹല്ലേലൂയ. അങ്ങനെ 2 മക്കളും നല്ല പൊസിഷനിലെത്തി. ഈ അമ്മ ഹല്ലേലൂയ അന്ന് ഈ അമ്മ തൻ്റെ ജീവനെ വെടിഞ്ഞിരുന്നെങ്കിൽ കർത്താവിൻ്റെ ഇത്ര വലിയ പദ്ധതി നിറവേറുമായിരുന്നു. ദൈവമക്കളെ, ഇന്ന് കർത്താവിൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദേവദാസിയാണ്. ഹല്ലേലൂയ. ഈ ടെസ്റ്റ് മണി നിങ്ങളെ ഓരോരുത്തരെ എൻകറേജ് ചെയ്തു, ലിഫ്റ്റ് ചെയ്തു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ സമയം ഒത്തിരി കടന്നുപോയി. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, അങ്ങ് തന്ന ഇത്ര വലിയ ഹല്ലേലൂയ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഡാഡി, thank you Jesus that you are going to shine our face, Daddy, today. Oh, Rikala, grant your strength to all of us who are hearing this message, Daddy, during difficult times. Hallelujah. കർത്താവിൻ്റെ ഫേസിലേക്ക് നോക്കുവാൻ ആ ദേവദാസിക്ക് കർത്താവ് കൊടുത്ത സ്ട്രെങ്ത് പോലെ ഓരോ സഹോദരിമാർക്കും കർത്താവിൻ്റെ ശക്തി പകരണമേ. ലെറ്റ് യുവർ ഫേവർ ബി poured upon each and every one, Daddy. ഹാലബശന്തർ അനുഗ്രഹിക്കപ്പെട്ട ടെസ്റ്റ് മണി കർത്താവ് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അനേകരെ കർത്താവ് ഈ പ്രഭാതത്തിൽ എൻകറേജ് ചെയ്തതിനായി സ്തോത്രം. അധികാരകസ്തര കർത്താവെ, ആരെങ്കിലും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ ഈ ടെസ്റ്റ് മണി അവരെ അതിൽ നിന്ന് മാറ്റണമേ. ഹല്ലേലൂയ. ഊരാബശന്തര അധികാരകസ്തര അവർ ഹല്ലേലൂയ ഒരു ദിവസം ഹല്ലേലൂയ സാക്ഷ്യത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. പരിശുദ്ധാത്മാവ് ഇപ്പോൾ എന്നെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഒരു ദിവസം ഹല്ലേലൂയ ഹസ്ബൻഡിൻ്റെ പീഡനം സഹിക്കവയ്യാതെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. ഹല്ലേലൂയ. ഓടി കുറേ ദൂരം എത്തിക്കഴിഞ്ഞപ്പോൾ ഹാഗറിനോട് ദൂതൻ ഇടപെട്ടതുപോലെ ഈസസിനോട് ദൈവം ഇടപെട്ടു. യു ഗോ ബാക്ക്. ഹല്ലേലൂയ. നീ നിൻ്റെ ഭവനത്തിലേക്ക് നീ മടങ്ങിപ്പോകണം. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ഒരു പ്ലാനുണ്ട്. ഹല്ലേലൂയ. അപ്രകാരം കർത്താവെ ദൂതനെ അയച്ച് കർത്താവെ സഹോദരിമാരെ വിടുവിക്കണമേ, സഹോദരന്മാരെ വിടുവിക്കണമേ. കർത്താവെ ആരും ഹല്ലേലൂയ തൻ്റെ ജീവനെ ദൈവത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ജീവൻ നശിപ്പിക്കുവാൻ യഹോവ അനുവദിക്കരുതേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഡാഡി, ഫിൽ എവ്രി വൺ വിത്ത് യുവർ പ്രസൻസ്. ഡാഡി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ചർച്ചിലുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ചെയ്യുന്നവരെ, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവരെ, എല്ലാ സഹോദരിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മേക്ക് ദിസ് ഡേ എ വണ്ടർഫുൾ സൂപ്പർ നാച്ചുറൽ ഡേ വിത്ത് മെനി മിറക്കിൾസ്. കർത്താവേ, ഹാലയിൽ അങ്ങ് എത്രത്തോളം അടിയനെ സഹായിച്ചല്ലോ. ഇതൊക്കെ ചെയ്യുവാൻ അങ്ങ് തന്ന ശക്തിയാണ്, അങ്ങ് തന്ന കൃപയാണ്, അങ്ങ് തന്ന ഫേവറാണ്, അങ്ങ് തന്ന ഗ്രേസാണ്. ഹല്ലേലൂയ. രാവിലെ എഴുന്നേൽപ്പിച്ചത് എല്ലാം ചെയ്യിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. എല്ലാ മഹത്വവും എൻ്റെ യേശു കർത്താവിന് കരയേറ്റുന്ന കർത്താവേ. ഹല്ലേലൂയ. റിബാലബശന്തര. ഓ, ഐ ആം ഗിവിംഗ് hallelujah into your hands, Daddy. I am surrendering unto Jesus and Holy Spirit. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട് ഞങ്ങളുടെ സകല പ്രാർത്ഥനയെ ആചരിപ്പിക്കാൻ സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. So we'll see you tomorrow with another blessing message. ഞാൻ ഒത്തിരി ടയർഡായി ബിക്കോസ് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ഇതിൻ്റെ ചോട്ടിലാണ്. ലെറ്റ് മീ മേക്ക് ഇനി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കട്ടെ എന്നെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. മേ ഗോഡ് ബ്ലെസ് യു. വിൽ സീ ടുമോറോ വിത്ത് അനദർ ബ്ലെസ്സിംഗ് മെസ്സേജ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.